നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. പാർലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെട്ടതാണ് വാട്ടർ കിയോസ്ക്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വസ്തി എന്ന പേരിൽ ദ്വിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിലെ NSS യൂണിറ്റ് 1-ാം വർഷ വളണ്ടിയർമാർക്കാണ് ക്യാമ്പ് ഒരുക്കിയത്. കരുവന്നൂർ രാജ കമ്പനിക്ക് സമീപം അപകട ഭീഷണിയിലുള്ള ആൽമരം മുറിച്ചു നീക്കാൻ ഒപ്പുശേഖരണവുമായി നാട്ടുകാർ. ആൽമരം നിന്നിടത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. വാർത്തകൾ വിശദമായി. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. പാർലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെട്ടതാണ് വാട്ടർ കിയോസ്ക്. പാർലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചത്. വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. സ്കൂളിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായാണ് ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭ്യമാക്കാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തത്. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വാട്ടർ കിയോസ്കിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, വാർഡ് മെമ്പർമാരായ സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, പ്രധാനാധ്യാപിക TK ശ്രീജ, PTA വൈസ് പ്രസിഡന്റ് സുധീഷ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വസ്തി എന്ന പേരിൽ ദ്വിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിലെ NSS യൂണിറ്റ് 1-ാം വർഷ വളണ്ടിയർമാർക്കാണ് ക്യാമ്പ് ഒരുക്കിയത്. PTA പ്രസിഡന്റ് MS അലക്സി പതാക ഉയർത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ DS മനു, പ്രോഗ്രാം ഓഫീസർ ബിനു ഉണ്ണികൃഷ്ണൻ, ആഗ്നറ്റ് ജിബായ്, വളണ്ടിയർ ലീഡർമാരായ മുഹമ്മദ് ഫൈസൽ, KR ശ്രീപൂജിത എന്നിവർ സംസാരിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടന്നു. 100ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഡോക്ടർ K ശ്രീലക്ഷ്മി, ഡോക്ടർ S ചൈതന്യ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ചികിത്സയുടെ ഭാഗമായി സൗജന്യ മരുന്നും വിതരണം ചെയ്തു. കരുവന്നൂർ രാജ കമ്പനിക്ക് സമീപം അപകട ഭീഷണിയിലുള്ള ആൽമരം മുറിച്ചു നീക്കാൻ ഒപ്പുശേഖരണവുമായി നാട്ടുകാർ. ആൽമരം നിന്നിടത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷങ്ങളോളം പ്രായമുള്ളതാണ് രാജ കമ്പനി സ്റ്റോപ്പിലെ കൂറ്റൻ ആൽമരം. ഏതാനും വർഷങ്ങളായി ഈ മുത്തശ്ശി ആൽമരം ഏറെ അപകടാവസ്ഥയിലാണ്. തൃപ്രയാർ ചാലക്കുടി ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. റോഡിനോട് ചേർന്നാണ് ആൽമരമുള്ളത്. കരുവന്നൂരിൽ റോഡ് നിർമ്മാണം നടക്കുമ്പോൾ അപകട ഭീഷണിയിലുള്ള ഈ ആൽമരം മുറിച്ചുമാറ്റുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു. റോഡ് നിർമ്മാണം നടന്ന മറ്റിടങ്ങളിൽ ഇത്തരം മരങ്ങൾ അധികൃതർ മുറിച്ചു നീക്കിയെങ്കിലും കരുവന്നൂരിലെ ആൽമരം മുറിച്ചുമാറ്റിയില്ല. പിന്നീട് റോഡ് നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്തു. ഇതിനിടെ 2 തവണയാണ് ആൽമരത്തിന്റെ വലിയ കൊമ്പുകൾ ഒടിഞ്ഞു വീണത്. തൊട്ടടുത്തുള്ള കടയ്ക്ക് മുകളിൽ വീണതിനാൽ സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ പരിക്കേറ്റില്ല. ഓരോ ദിവസം കഴിയും തോറും ആൽമരം കൂടുതൽ അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത്. എത്രയും വേഗം ആൽമരം മുറിച്ചു നീക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. മരം മുറിച്ചു നീക്കി അവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉപകാരപ്രദമാവുകയെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകാമെന്ന CC മുകുന്ദൻ MLA നാട്ടുകാരെ അറിയിച്ചതായും പറയുന്നു. ഈ സാഹചര്യത്തിലാണ് അപകടാവസ്ഥയിലുള്ള ആൽമരം മുറിച്ചുമാറ്റി ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ മുന്നോട്ട് വരുന്നത്. ഇതിന്റെ ഭാഗമായി നാട്ടുകാർ വിപുലമായ ഒപ്പുശേഖരണവും നടത്തി. ഇതു സംബന്ധിച്ച പരാതി ജില്ലാ കലക്ടർ, പൊതുമരാമത്ത് അധികൃതർ എന്നിവർക്ക് നൽകുന്നതിലൂടെ ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കരുവന്നൂർ രാജ ബസ് സ്റ്റോപ്പിൽ വളർന്നു നിൽക്കുന്ന ഈ ആൽമരം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ തടസ്സം മാത്രമല്ല, ഈ പ്രദേശത്തുള്ള യാത്രക്കാർക്കും കടകൾക്കും തൊട്ടടുത്ത കെട്ടിടത്തിനുമൊക്കെ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. അതെത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതെത്രയും പെട്ടെന്ന് അധികാരികൾ നടത്തിക്കൊടുക്കണമെന്ന് ആവശ്യം. ഈ ആലിൻ്റെ ഒരുപാട് അപകട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ആല് മുറിച്ചു മാറ്റിയാൽ നമുക്ക് ഇവിടെ ബസ് കയറുന്ന ജനങ്ങൾക്ക് നല്ലൊരു ബസ് സ്റ്റോപ്പ് പണിയാനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അത് MLA
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബസ് സ്റ്റോപ്പ് ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആലിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ആ തർക്കങ്ങൾ മാറ്റാൻ വേണ്ടി ജനങ്ങളുടെ ഒപ്പുശേഖരണം നടത്തിക്കൊണ്ട് നമ്മൾ കളക്ടർക്കും PWDക്ക് കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒപ്പുശേഖരണം നടത്തുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഈ ഒപ്പുശേഖരണം നടത്തുന്നത്. പ്രശസ്തമായ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിനോട് ചേർന്ന റോഡിന്റെ അറ്റകുറ്റപ്പണി ആവശ്യപ്പെട്ട് പ്രതിഷേധമുയരുന്നു. CPIM ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിജയദശമിയടക്കം നവരാത്രി ആഘോഷങ്ങൾക്കായി തിരുവുള്ളക്കാവ് ക്ഷേത്രം ഒരുങ്ങിയിരിക്കുകയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണിയെന്ന ആവശ്യം ശക്തമാകുന്നത്. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് റോഡ് തകർച്ചാവസ്ഥയിലാണ്. വിജയദശമി ആഘോഷത്തിനായി പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിലെത്താറുള്ളത്. റോഡിന്റെ തകർച്ചാവസ്ഥ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഏറെ ദുരിതമാകുമെന്ന് തിരിച്ചറിഞ്ഞ CPM ചേർപ്പ് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയായിരുന്നു. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലായിരുന്നു പ്രതിഷേധ യോഗം. CPM ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം KG സന്തോഷ് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സഹദേവൻ, KG മോഹൻ എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ മാതൃപൂജ നടത്തി. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായാണ് മാതൃപൂജ നടത്തിയത്. പ്രഭാഷകൻ അനൂപ് വൈക്കം മാതൃപൂജാ സന്ദേശം നൽകി. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷനായി. അഴകത്ത് മനക്കൽ ഹരീഷ് നമ്പൂതിരി മാതൃപൂജയ്ക്ക് നേതൃത്വം നൽകി. ട്രാവൽ വ്ലോഗർമാരായ ശരത് കൃഷ്ണനും ഗീതാ രാമചന്ദ്രനും മുഖ്യാതിഥികളായി. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, ക്ഷേമസമിതി പ്രസിഡന്റ് P സുനിൽകുമാർ, മാതൃസമിതി പ്രസിഡന്റ് സലിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. 1000-ലധികം വിദ്യാർത്ഥികൾ അമ്മമാർക്ക് പാദപൂജ ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളും സമിതി അംഗങ്ങളും അവതരിപ്പിച്ച ഭക്തിഗാനസുധ, നൃത്തശില്പം എന്നിവ അരങ്ങേറി. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻസ് എന്ന കോർവപ്പാൻ ഇന്ത്യയുടെ തൃശൂർ ജില്ലാ ഘടകം ശ്രദ്ധ ക്ഷണിക്കൽ യോഗം നടത്തി. തൃശൂർ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ശ്രദ്ധ ക്ഷണിക്കൽ യോഗം. പരിഹാരമില്ലാതെ തുടരുന്ന നായ്ക്കളുടെ ആക്രമണങ്ങൾ, നഗരത്തിലെ മാലിന്യ വ്യാപനം, ചെറുപ്പക്കാരെ അടിമകളാക്കുന്ന മയക്കുമരുന്ന് വ്യാപനം തുടങ്ങിയ സാമൂഹ്യ വിപത്തുകൾക്കെതിരെയാണ് തൃശൂർ കോർവ ഘടകം ശ്രദ്ധ ക്ഷണിക്കൽ യോഗം സംഘടിപ്പിച്ചത്. സർക്കാർ നടപടികൾ കൂടുതൽ അടിയന്തരവും പ്രായോഗികവുമാക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് യോഗം നടത്തിയത്. റിട്ടയേർഡ് ജഡ്ജി ഡോക്ടർ PN വിജയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കോർവ തൃശൂർ ജില്ലാ പ്രസിഡന്റ് AG ധീരജ് അധ്യക്ഷനായി. മുൻ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ ജലീൽ, മുൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ VV സുധാകരൻ, മുൻ ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ സുനിൽകുമാർ, വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ഫൗസിയ, വൈസ് പ്രസിഡന്റ് നന്ദകുമാർ, ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ, വനിതാ സമിതി കോർഡിനേറ്റർ മോഹന, കോർവ ജില്ലാ ഘടകം ജനറൽ സെക്രട്ടറി സനൽകുമാർ, ട്രഷറർ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിൽ വിശുദ്ധ യൂദാ ശ്ലീഹയുടെ ഊട്ടുതിരുനാൾ ഒക്ടോബർ 2 നടക്കും. തിരുനാളിന് മുന്നോടിയായുള്ള കൊടിയേറ്റം ഞായറാഴ്ച നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസൻ കുരിശിങ്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 28-ന് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് തിരുനാൾ കൊടിയേറ്റം നടക്കും. ഫാദർ റോക്കി റോബിൻ കളത്തിൽ വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനാകും. ഫാദർ ജോബി കാട്ടാശ്ശേരി വചന സന്ദേശം നൽകും. രാത്രി 7:30 ഇടവക ദിനാഘോഷവും കലാസന്ധ്യയും അരങ്ങേറും. തിരുനാൾ ദിനമായ ഒക്ടോബർ 2 വ്യാഴാഴ്ച രാവിലെ 10-ന് നേർച്ചഭക്ഷണത്തിന്റെ ആശീർവാദം നടക്കും. ഫാദർ നോയൽ കുരിശിങ്കൽ ആശീർവാദ കർമ്മം നിർവഹിക്കും. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനാകും. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളി വികാരി ഫാദർ ഫ്രാൻസൻ കുരിശിങ്കലിനൊപ്പം തിരുനാൾ ജനറൽ കൺവീനർ കോളിൻസ് ചക്കാലക്കൽ, നിതുൽ സേവ്യർ, സ്റ്റീവ് കിഴക്കേമാക്കൽ, സേവ്യർ തോട്ടകത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2025 ആണ്ടിലെ തിരുനാള് സെപ്റ്റംബർ 28 ഞായറാഴ്ച ആരംഭിച്ച് ഒക്ടോബർ 2 സമാപിക്കുന്നത്. സെപ്റ്റംബർ 28 ഞായറാഴ്ചയാണ് കൊടികയറ്റം. 5 മണിക്ക് പ്രസിദ്ധേന്ത്യ വാഴ്ച, 5:30 കൊടികയറ്റം. അതേ തുടർന്ന് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായിട്ട് വരുന്നത് കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിലച്ചനാണ്. തുടർന്ന് 29, 30, 31 തീയതികളിൽ പതിവ് പോലെ വൈകിട്ട് 5:30 ദിവ്യബലി, വചനപ്രഘോഷം തുടങ്ങിയ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുകയാണ്. 2 തീയതിയാണ് ഒക്ടോബർ 2. അന്നാണ് നമ്മുടെ കൂട്ടുതിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുക.
അന്നേ ദിനം രാവിലെ 6:30 മുതൽ രാത്രി 10 മണി വരെയാണ് നമ്മുടെ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുക. ഈ വർഷം നമ്മൾ ഏകദേശം 1,00,000-ഓളം ദൈവ വിശ്വാസികൾക്ക് വേണ്ടിയാണ്, തീർത്ഥാടകർക്ക് വേണ്ടിയാണ് നമ്മൾ ഊട്ടുസദ്യ ഒരുക്കുന്നത്. ഈ വർഷം നമുക്ക് അറിയാം, കഴിഞ്ഞ വർഷത്തേക്ക് പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ വർഷം രാവിലെ തന്നെ 6:30 ദിവ്യബലിക്ക് ശേഷം 7:30 ആകുമ്പോഴേക്കും നമ്മൾ പാഴ്സലായിട്ട് നേർച്ച ഭക്ഷണം കൊടുത്തു തുടങ്ങും. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിൽ UPST തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ് എന്നിവ സഹിതം ഒക്ടോബർ 6-ന് സ്കൂളിൽ നേരിട്ട് ഹാജരാകണമെന്ന് പ്രധാനാധ്യാപിക ജില്ലി ജോസ് കെ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,585 രൂപ, പവന് 84,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. പാർലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെട്ടതാണ് വാട്ടർ കിയോസ്ക്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വസ്തി എന്ന പേരിൽ ദ്വിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിലെ NSS യൂണിറ്റ് 1-ാം വർഷ വളണ്ടിയർമാർക്കാണ് ക്യാമ്പ് ഒരുക്കിയത്. കരുവന്നൂർ രാജ കമ്പനിക്ക് സമീപം അപകട ഭീഷണിയിലുള്ള ആൽമരം മുറിച്ചു നീക്കാൻ ഒപ്പുശേഖരണവുമായി നാട്ടുകാർ. ആൽമരം നിന്നിടത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.